ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. 3 to 1 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പഴം കൊണ്ടുള്ള പായസമാണ്. വീഡിയോ കാണാം. പഴം പായസത്തിന് വേണ്ടിയിട്ട് 4 ചെറിയ നേന്ത്രപ്പഴം നന്നായി പഴുത്തത് പുഴുങ്ങി അരി കളഞ്ഞ് മിക്സിയിലിട്ടിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഈ പഴം. 1 കപ്പാണുള്ളത്. 1 കപ്പ് ശർക്കര ഉരുക്കിയത്, 1 കപ്പ് 1/4 പാല്, 4 കപ്പ് 2/2 പാല്. നമുക്കത് ചെയ്തെടുക്കാം. അടികട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് അടിച്ചു വെച്ച പഴം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത്. പഴം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. പഴം ശർക്കരയിൽ കിടന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 2/2 പാൽ കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചെറു തീയിൽ ഇത് തിളപ്പിച്ചിട്ടെടുക്കാം. പായസത്തിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ചവ്വരി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റിയിട്ടുണ്ട്. ഇനി തിളച്ച് കുറുകി വരട്ടെ. നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് 1/4 പാല് ചേർത്ത് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നാളികേരക്കൊത്ത് വറുത്തെടുക്കാം. നാളികേരക്കൊത്ത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. ഇതേ പാനിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ആയിട്ടുണ്ട്. നെയ്യോട് കൂടി നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറുത്ത നാളികേരക്കൊത്തും കൂടി ചേർക്കാം. മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. പഴം പായസം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.